എല്ലാവർക്കും സ്വാഗതം. 2616 നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 2616 യേശു പ്രാർത്ഥന കേൾക്കുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ തീം. യേശു പ്രാർത്ഥന കേൾക്കുന്നു. നമ്മൾ ഇന്നലെ പഠിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ത്രിവിധമാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ അവസാന ഭാഗം നമ്മൾ കേട്ടു. യേശു ദൈവമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പഠനം. യേശു പ്രാർത്ഥന കേൾക്കുന്നു. യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി. അപ്പം ഞാൻ പല പ്രാവശ്യം പറയുന്നത് വീണ്ടും പറയാൻ തോന്നിക്കുകയാണ്. അതായത് ബൈബിളിലെ പഴയ നിയമം, അത് കഴിഞ്ഞിട്ട് പുതിയ നിയമം, പുതിയ നിയമത്തിൽ ഈശോയുടെ 4 സുവിശേഷങ്ങൾ, അത് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടമാണ്. പക്ഷെ അവിടെയല്ല മുഴുവനും തീരുന്നത്. അത് ഈശോ നൽകാനിരിക്കുന്ന പീഡാസഹനം, മരണം, ഉത്ഥാനം, ആ ഉത്ഥാനത്തിന് ശേഷമുള്ള മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയുടെ പ്രഘോഷണം മാത്രമായിരുന്നു. അത് പ്രഘോഷണം മാത്രമായിരുന്നു. അങ്ങനെ ബൈബിളിലെ 3 ഭാഗം നമ്മൾ എപ്പോഴും ചിന്തിക്കണം. പഴയ നിയമം ഒരുക്കമായിരുന്നു. ഈശോയിലൂടെ വരാനിരിക്കുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ ഒരുക്കം. അതിനുശേഷം 3 വർഷം, 30 വർഷത്തെ ഈശോയുടെ രഹസ്യജീവിതം, അതും ഒരുക്കമാണ്. ഈശോയുടെ പ്രാർത്ഥനയും ഒരുക്കവുമാണ്. അത് വളരെ നല്ല ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഓടിപ്പെടഞ്ഞൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മുടെ ഈശോ 30 വർഷം രഹസ്യമായി ഒരു സ്ഥലത്തിരുന്ന് ഈ കഴിഞ്ഞ കാലങ്ങളും, അതായത് ലോക ആരംഭം മുതലുള്ള കാര്യങ്ങൾ ചിന്തിച്ചു. ലോകസ്ഥാപനം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, നന്ദി പറഞ്ഞു കാണും, പ്രാർത്ഥിച്ചു, സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥിച്ചു. ഈശോ ആ ഒരു സാധാരണ ജീവിതം നയിച്ചു. എന്നാൽ ആ സാധാരണ ജീവിതത്തിൽ സമയത്ത് ഈശോ നിരന്തരം പ്രാർത്ഥനയായിരുന്നു. നടക്കാനിരിക്കുന്ന 3 വർഷത്തെ പരസ്യ ജീവിതം, ആ 3 വർഷത്തെ പരസ്യ ജീവിതം പ്രവചനമായിരുന്നു. ഈശോയിലൂടെ വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ പീഡാസഹനം, മരണം, ഉയർപ്പിന് മുമ്പുള്ള ആ 3 വർഷം. അതിനുശേഷം മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി. അപ്പം ഈശോ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ആ മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവുമാണ്. ഈ ലോകാരംഭം മുതൽ ഈ ഒരു സംഭവത്തിലേക്ക് വേണ്ടിയാണ് എല്ലാം നടക്കുന്നത്. ഈശോയുടെ പീഡാസഹനം, മരണം, ഉത്ഥാനത്തിലേക്ക് വേണ്ടിയാണ് എല്ലാം. അപ്പോൾ അതിൻ്റെ മുൻ അനുഭവങ്ങൾ തരികയാണ് ഇവിടെയും ഈശോയുടെ പരസ്യ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും. അതുകൊണ്ട് ഈശോയുടെ പരസ്യ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളെയും ഈശോ പ്രാർത്ഥന കേൾക്കുന്നതും ഈശോയുടെ മരണവും ഉത്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം.
അതവിടെ ആ നാട്ടിൽ ആ ദിവസം ആ ആളുകൾക്ക് വേണ്ടി നടന്നൊരു സംഭവമായിട്ടല്ല ചിന്തിക്കേണ്ടത്. ഈശോയുടെ പീഡാനുഭവവും മരണവുമായിട്ട് ബന്ധപ്പെടുത്തിയും അതിൻ്റെ അടയാളമായിട്ടും അതിലൂടെ ലോകം മുഴുവനെയും. അതുകൊണ്ടാണ് ഇന്ന് ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ ഭാഗങ്ങളും ആണ് പ്രധാനമായിട്ട് വിശുദ്ധ ബലിയിൽ നമ്മൾ സുവിശേഷമായിട്ട് വായിക്കുന്നത്. സുവിശേഷത്തിൽ വായിക്കുന്നത് ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോയിലൂടെ പ്രവർത്തിക്കപ്പെട്ട പ്രബോധനങ്ങളും പഠനങ്ങളും പ്രാർത്ഥനകളും അത്ഭുതങ്ങളുമാണ്. അത് ആ ബലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലോകമെമ്പാടും പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് മൂല്യങ്ങളും പ്രാധാന്യമുള്ളതുമാണ്. അപ്പം ഈശോ പ്രാർത്ഥന കേൾക്കുന്നു. ഈശോ പ്രാർത്ഥന കേൾക്കുന്നു. ഓരോ അത്ഭുതങ്ങളും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജീസസ് വണ്ടർ എന്ന ആനിമേഷൻ ഫിലിംസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണണം. അത് ചുമ്മാ ടി വിയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അത് പ്ലേ ചെയ്യണം. നമ്മുടെ കുട്ടികളും നമ്മളും അത് വീണ്ടും വീണ്ടും കേൾക്കണം. അത് നമ്മൾ ഈ ഈശോ ചെയ്ത അത്ഭുതങ്ങളുടെ തനി രൂപീകരണമാണ്. അത് നമ്മളെ വളരെയധികം സഹായിക്കും. ദൈവത്തിന് നന്ദി. അത് ഉണ്ടാക്കാൻ ദൈവം അനുവദിച്ചതിനും അതിലൂടെ ജനകോടികളിലേക്ക് ഈശോയുടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും സാരാംശം പ്രസരിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒരു വിഷയം. അതെങ്ങനെയാണ് മുൻകൂട്ടി സൂചിപ്പിക്കണേ? ഉത്ഥാനത്തിനെ മുൻകൂട്ടി സൂചിപ്പിക്കണേ എങ്ങനെയാണ്? വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണിത്. എങ്ങനെയാണ് നടക്കാനിരിക്കണ ഒരു കാര്യത്തെ മുൻകൂട്ടി കൊണ്ടുവരുന്നത്? ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്. ദൈവം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ ആ ശക്തി ആൽഫായും ഒമേഗയുമാണ്. ഇപ്പോൾ മാതാവിനെ അമലോത്ഭവം എങ്ങനെ ഉണ്ടായി? മാതാവ് ഈശോയിലൂടെ ഉണ്ടാകാനിരിക്കുന്ന രക്ഷയെ, ഈശോ നൽകിയ രക്ഷ, ഈശോയുടെ പീഡാനുഭവം മരണം ഉത്ഥാനത്തിൽ ശേഷം ഈശോ നൽകിയ ആ പുനരുത്ഥാനത്തിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ആ രക്ഷാകര അവസ്ഥയെ മാതാവ് അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ മുൻകൂട്ടി നൽകിയതുകൊണ്ടാണ് മാതാവ് രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ, അമലോത്ഭവ അവസ്ഥയിൽ ജനിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മുൻകൂട്ടി അനുഭവിക്കാൻ സാധിക്കും. എന്ന പോലെ ഈശോ അന്ത്യദിനത്തിൽ നൽകാനിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ മുൻകൂട്ടി അവസ്ഥയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും എല്ലാം അനുഭവിക്കുന്ന ഉത്ഥാനത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു രഹസ്യമാണ് ഈ ഒരു വാക്ക്. യേശുവിലൂടെ അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി. ഒന്ന് വിശ്വസിച്ചേ, യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനുഭവത്തെ മുൻകൂട്ടി നൽകാൻ ഈശോന് പറ്റും. എന്ന മാതിരി നമ്മൾക്കും അത് ലഭ്യമാകാൻ പറ്റും. വാക്കുകളിലൂടെയോ. ഇനി 4 കേസുകളാണ് ഇവിടെ. കുഷ്ഠരോഗി സുഖപ്പെടുന്നത്, ജൈറസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്നത്, കാനാൻകാരിയുടെ പ്രാർത്ഥന കേൾക്കുന്നത്, നല്ല കള്ളൻ. നമുക്ക് പെട്ടെന്ന് ആ കുഷ്ഠരോഗിയുടെ ഭാഗം ഇവിടെ
എടുത്തിരിക്കുന്നതെല്ലാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുന്നതാണ് മർക്കോസിൻ്റെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 40-41 വചനമാണ് ഇവിടെ എടുക്കുന്നത്. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി. തൽക്ഷണം. അപ്പം ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ മലമുകളിൽ ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങുന്ന ആ സമയത്താണ് ഇത്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം ഇതാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ അവസ്ഥ? ഇവിടെ എന്താണ്? അതാണ് ഈശോ കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു. അപ്പം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രധാന ഭാഗം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. കണ്ടോ? മർക്കോസിൻ്റെ സുവിശേഷം മുഴുവനെയും മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്തംഭമായിട്ടാണ്. അവിടെ ഈ കുഷ്ഠരോഗി കണ്ടോ, കുഷ്ഠരോഗി വന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ അടുത്തെത്തി ആദ്യം തന്നെ എന്ത് ചെയ്തു? മുട്ടുകുത്തി. കണ്ടോ? നാട് റോട്ടിൽ ഒരാൾ മുട്ടുകുത്തുകയാണ്. ആ കുഷ്ഠരോഗി എന്തുകൊണ്ടായിരിക്കണം യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്? ഈ കുഷ്ഠരോഗി യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു കുഷ്ഠരോഗി സാധാരണഗതിയിൽ റോട്ടിൽ വരാൻ പാടില്ല, ജനമധ്യത്തിൽ വരാൻ പാടില്ല. കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അവർ ക്യാമ്പുകളിലാണ്, കുഷ്ഠരോഗികളുടെ മാത്രമായിട്ടുള്ള ക്യാമ്പുകളിലാണ് നിൽക്കുന്നത്. എന്നാൽ ഈ കുഷ്ഠരോഗി യേശുവിനെ കുറിച്ച് കേട്ടു. ഒരുപക്ഷെ ഈശോ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടാകാം. അവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാരൂപിയുടെ ഒരു പ്രവർത്തനം നടത്തും. അതാണ് ദൈവം ആത്മാവിലാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ മനുഷ്യ ചിന്തിക്കുന്ന പോലെയല്ല. ഇപ്പം നമ്മൾ പറയും, ബ്രദർ അയാളോട് പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ പറയും, അത് വേണ്ട, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. എല്ലാം അയാളോട് സംസാരിക്കണ്ടേ? അയാളോട് ബ്രദർ ഒന്ന് സംസാരിച്ചേ. ഇപ്പോൾ ചിലപ്പോൾ പലരും പറയാറുണ്ട്, ബ്രദറെ എൻ്റെ മകൾ അങ്ങനെയാണ്, എൻ്റെ മകൻ ഇങ്ങനെയാണ്, ബ്രദർ ഒന്ന് സംസാരിക്കും. ഞാൻ പറയും, ഞാൻ സംസാരിക്കണതിൽ നല്ലത് ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. അതൊന്ന് സംസാരിച്ചാലേ അവർ മനസ്സിലാവുള്ളൂ. ഇതാണ് വ്യത്യാസം. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് പ്രകടമായ വാക്കുകളിലൂടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല ദൈവം. എങ്ങനെ ഈ കുഷ്ഠരോഗിക്ക് ഇത്രയും വിശ്വാസം കിട്ടി? ആ നാട്ടിൽ എന്തോരം യഹൂദരുണ്ടായിരുന്നു. അവർക്കാർക്കും ഇതുപോലൊരു വിശ്വാസമില്ല. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്, സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട്, പള്ളിയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട്, അതായത് സിനഗോഗിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട്, സ്വകുടുംബത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട്, ഒരു പുറമ്പോക്കിൽ അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ കുഷ്ഠരോഗികൾ അവരുടെ ജീവിതത്തിന് യാതൊരു ലക്ഷ്യമില്ല. ഇനി അവർ ഈ രോഗത്തിൽ മരിക്കുക തന്നെ ചെയ്യും എന്നുള്ള അവസ്ഥയിൽ അവരെല്ലാവരും അവഗണിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ
അതിൻ്റെ ഇടയിൽ ഒരുവനൊരു പ്രത്യാശ. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം, പ്രത്യാശ. ഈ കുഷ്ഠരോഗിയെക്കുറിച്ചുള്ള എപ്പിസോഡ് നിങ്ങൾ കാണണം. ആദ്യം ഉണ്ടാക്കിയ ഒരു എപ്പിസോഡ് വിട്ടിട്ട് രണ്ടാമതൊരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുഷ്ഠരോഗി എവിടെ നിന്നോ യേശുവിൻ്റെ വാക്ക് കേട്ടു. ഇനി കേൾക്കാതെ തന്നെ യേശുവിൻ്റെ കരുണാർദ്രമായ സ്നേഹം, യേശു വന്നിരിക്കുന്നത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും മെസറിക്കോർഡിയ, അതിഭയാനകമായ കഷ്ടത അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാനുമാണ്. ആ ആശ്വാസത്തിൻ്റെ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒഴുക്ക് അതുപോലെ അവഗണിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും ചെയ്യുന്നവരിലേക്ക് കണക്ട് ചെയ്യപ്പെടും, താനെ കണക്റ്റാവും. എന്തുകൊണ്ടാണ്? ഈശോ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഈശോ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. മെസറിക്കോർഡിയ, മെസറിക്കോർഡിയ. മെസറി എന്ന് പറഞ്ഞാൽ ദുഃഖദുരിതങ്ങൾ, കോർഡിയ എന്ന് പറഞ്ഞാൽ ഹൃദയം. അപ്പോൾ ഈശോയുടെ സമയമായി, ഈശോ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. ഇനി ഈശോയുടെ സുവിശേഷ വചനം അവിടെ കേൾക്കാൻ വന്നിരിക്കുന്നവർ മാത്രമല്ല, അല്ലാതെ തന്നെ അനേകരിലേക്ക് ഈശോ പ്രസരിക്കും. അപ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ ആ സുവിശേഷത്തിൻ്റെ രശ്മികൾ, യേശു പറയുന്ന സുവിശേഷത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങൾ ഈ വ്യക്തികളിലേക്ക് വാക്കാൽ കേൾക്കാതെ തന്നെ പ്രസരിക്കാം. അതാണ് സങ്കീർത്തനം 19:4 പറയുന്നത്. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. കണ്ടോ? ശരിക്കും ലോകത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഒരു ജിയോഗ്രഫിക്കൽ അതിർത്തി അല്ല. എവിടെയാണ് ഈ ലോകവും ദൈവവും തമ്മിലുള്ള സംഘട്ടനം? അപ്പോൾ ഈ കുഷ്ഠരോഗി അതിർത്തിയിലാണ്. അതിർത്തി, യുദ്ധം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ജീവിതത്തിൻ്റെ സകല പ്രത്യാശയും നശിച്ചിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ അയാളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ, യേശു ഇവിടെ വരുന്നുണ്ട്, ആ യേശുവിനെ കാണണം. പ്രത്യാശ. നമ്മൾ ഇത് നാളുകളിൽ ശ്രദ്ധിച്ചൊരു വാക്കാണ് പ്രത്യാശ. വിശ്വാസമുണ്ടായാൽ പോരാ. പ്രത്യാശയില്ലാത്ത വിശ്വാസം കൊണ്ടൊരു പ്രയോജനമില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ആ പ്രത്യാശ. അപ്പോൾ നമ്മൾ സങ്കല്പിക്കൂ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവിടെ പറയാണ്, ഞാൻ അവിടെ മലമുകളിൽ യേശു ഉണ്ട്, ആ യേശു അതിലെ വരാൻ പോവുകയാണ്, ഞാൻ അങ്ങോട്ട് പോകും. ഇപ്പോൾ അവിടെ നിന്ന് നിന്നെ അവിടെ ആൾക്കാർ കല്ലെറിഞ്ഞ് കൊല്ലും. കാരണം കുഷ്ഠരോഗി അങ്ങനെ പുറത്ത് വന്നാൽ കല്ലെറിയും, അവരെ ആൾക്കാർ കല്ലെറിയും. കുഷ്ഠരോഗി അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു മണിയും കിൽക്കിയിട്ട് വേണം ഇറങ്ങാൻ. അതിലൊരു കുഷ്ഠരോഗി വരുന്നത്, അവിടെ ആൾക്കാരൊക്കെ മാറി നടന്നോളണം. എന്നാൽ ഇവനുണ്ടായ ധൈര്യം നോക്കൂ, ആ പ്രത്യാശയിലുളവാകുന്ന ധൈര്യം. അവൻ ധൈര്യമായിട്ട് ജനമധ്യത്തിലൂടെ അങ്ങ് വരികയാണ്. ഈശോയുടെ നാട്ടിൻ റോട്ടിൽ വന്ന് താണു വണങ്ങുന്നു. അപ്പോൾ ആ താണു വണങ്ങുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഈശോ ദൈവമാണെന്ന് ഉള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഈശോ ദൈവമാണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് അവൻ്റെ ഹൃദയത്തിൽ. അവൻ മുട്ടുകുത്തി അപേക്ഷിച്ചു. എന്നിട്ട് അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു പ്രഖ്യാപനമാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് ഒരാൾക്കും സാധിക്കാത്ത കാര്യമാണ് കുഷ്ഠരോഗി സുഖപ്പെടുക എന്നുള്ളത്.
കുഷ്ഠരോഗി സുഖപ്പെടുക എന്നുള്ളത് ആ കാലത്തിൽ ഒരാളും ചിന്തിക്കാത്ത കാര്യമാണ്. അതായത് പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഇവൻ പ്രത്യാശിക്കുന്നു. ഇനി ആ ഒരാളിൽ പ്രത്യാശിക്കുന്നു, അങ്ങേക്ക്. അപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് ഈ യേശു നസ്രാത്തിലെ കാർപ്പൻ്ററാണ് എന്നുള്ള ഭാഗത്തിലായിരിക്കും ചിലർ ചിന്തിക്കുന്നത്. എന്നാൽ ഈ കുഷ്ഠരോഗിയുടെ ഹൃദയത്തിൽ യേശു ദൈവമാണെന്ന് ഉള്ള ആ ബോധ്യം വന്നിട്ടുണ്ട്. അതാണ് വിശ്വാസം. രണ്ടാമത്, ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ യേശുവിന് എൻ്റെ കുഷ്ഠം മാറ്റാൻ പറ്റും. പക്ഷേ പള്ളിയിൽ അല്ലെങ്കിൽ സിനഗോഗിലും അവിടെ എല്ലാം പറയണത് കുഷ്ഠരോഗികളെ മാറ്റി നിർത്താനാണ്. കുഷ്ഠരോഗികളെ തൊട്ടുപോകരുത്, കുഷ്ഠരോഗികളെ എല്ലാം മാറ്റണം. അങ്ങനെയുള്ള ഒരു ദൈവീകതയാണ് അവിടുത്തെ സമുദായത്തിലുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു യഹൂദനാണ്, ഇദ്ദേഹം എന്താ ചെയ്യുക? ഇനി ഇദ്ദേഹത്തിന് മനസ്സില്ല എന്ന് പറഞ്ഞ് വിടുവോ? അതുകൊണ്ട് അത് കുഷ്ഠരോഗി പറയാണ്, അങ്ങ് ഒന്ന് മനസ്സ് വെച്ചാൽ മതി, അങ്ങേക്ക് അതിനുള്ള കഴിവുണ്ട്, അങ്ങൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ചിന്തകളാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചിലർ പറയും, എൻ്റെ ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചു, എന്ത് പ്രാർത്ഥിച്ചു? അതാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത്, കേൾക്കാതിരിക്കാൻ പറ്റില്ല. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എപ്പോഴും കേൾക്കപ്പെടും. ആ വിശ്വാസത്തിൻ്റെ വലിയ ഒരു പ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത്. അവൻ എല്ലാ എതിരുകളെയും തെറിപ്പിച്ചുകൊണ്ട് അവൻ വന്നിരിക്കുകയാണ്. എല്ലാവരും എതിരാണ്. കുഷ്ഠരോഗി ആ ക്യാമ്പ് വിട്ട് പുറത്ത് പോകാൻ പാടില്ല, കുഷ്ഠരോഗി പൊതുസ്ഥലത്ത് പോകാൻ പാടില്ല, കുഷ്ഠരോഗി പുരോഹിതരുടെ അടുത്ത് പോകാൻ പാടില്ല, കുഷ്ഠരോഗി ഭവനത്തിൽ പോകാൻ പാടില്ല. കുഷ്ഠരോഗിക്ക് ഒരിക്കലും ഇനി ജീവിതമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ എല്ലാം മറികടന്നുകൊണ്ട്, അതാണ് പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ലാത്തപ്പോൾ അവൻ പ്രത്യാശയോടെ വന്നിട്ട് മുട്ടുകുത്തി താണ് വണങ്ങി ധൈര്യമായിട്ട് പറയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോയുടെ ഹൃദയത്തെ തൊട്ടു. തോമാസ് ലീഹായോട് പറഞ്ഞ മാതിരി നിന്റെ കൈ കൊണ്ടുവാ എൻ്റെ ഹൃദയത്തിൽ തൊടു എന്ന് പറഞ്ഞ മാതിരി ഇവൻ ഈശോയുടെ ഹൃദയത്തിൽ തൊട്ടു. ഈശോ എന്ത് ചെയ്തു? അവന് കരുണ തോന്നി. അവിടെ നിയമമുണ്ട്, ഇവനെ തൊടാൻ പാടില്ല, ഇവരോട് ഒരു കരുണയും കാണിക്കാൻ പാടില്ല, ഇവര് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നതാണ്. എവിടെ ആ നിയമം? ഇപ്പോൾ എവിടെ ഈശോ എവിടെ നിയമം പാലിച്ച? ഇപ്പോൾ ആ നിയമത്തിനെ ഈശോ ആ നിയമത്തെ കണക്കാക്കാതെ ഈശോ കരുണ തോന്നി കൈ നീട്ടി, കണ്ടോ, അവനെ സ്പർശിച്ചു. അവന് സ്പർശിക്കണം. എന്താ തൊടാൻ പാടില്ലാത്ത ആളെ പറഞ്ഞതാ എന്നൊരു പക്ഷെ ആൾക്കാർ അവിടെ ബഹളം ഉണ്ടാക്കിയിരിക്കാം. അതൊന്നും ഈശോ ഗവനിക്കുന്നില്ല. കുഷ്ഠരോഗിയെ സ്പർശിച്ച ഒരാളുടെ അടുത്ത് പിന്നെ വേറെ ആരെങ്കിലും പോകുമോ? കുഷ്ഠരോഗിയെ സ്പർശിച്ചിരിക്കണോ? കുഷ്ഠരോഗിയെ സ്പർശിച്ചാൽ അയാൾക്ക് കുഷ്ഠം വരില്ലേ? ഇതൊന്നും ഈശോ നോക്കുന്നില്ല. കുഷ്ഠരോഗിയെ സ്പർശിച്ചു. അതാണ് ഫ്രാൻസിസ് അസീസിയും മദർ തെരേസയും എല്ലാം ചെയ്തത്. മറ്റുള്ളതെല്ലാം അവഗണിച്ചുകൊണ്ട് കുഷ്ഠരോഗിയെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. വിശ്വസ്തതയാണിത്. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ കുഷ്ഠരോഗികളെ പോലും
ഞാൻ തൊട്ട് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും. കുഷ്ഠരോഗികളെപ്പോലും എനിക്ക് മനസ്സുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയം കാണണം, ദൈവത്തിൻ്റെ മനസ്സ് കാണണം. വിശ്വാസമുണ്ടായാൽ മാത്രം പോരാ, ആ വിശ്വാസവും കരുണയും തമ്മിലുള്ള ബന്ധം, കർത്താവിൻ്റെ ഹൃദയം കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും മനസ്സലിവുള്ളതും, നമ്മുടെ എല്ലാ കഷ്ടതകളിലും കർത്താവ് ഹൃദയം തുറക്കുന്നവനുമാണ്. എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കണ്ടോ, വാക്കുകൾ പറയുകയാണ്. മനസ്സുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചാൽ പോരെ, മനസ്സുണ്ട് എന്നുള്ളത് നീ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അത് ഹൃദയത്തിൽ മനസ്സുണ്ട് എന്നുള്ള അവസ്ഥ ഹൃദയത്തിൻ്റെ അവസ്ഥയാണെങ്കിലും അത് അധരത്തിലൂടെ പ്രഖ്യാപിക്കുകയും അത് കൈനീട്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 3 കാര്യമാണ്. എനിക്ക് മനസ്സുണ്ട് എന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്, അത് അധരത്തിലൂടെ പ്രഖ്യാപിക്കുന്നു, അത് കരങ്ങളിലൂടെ പൂർത്തിയാക്കുന്നു. 3 കാര്യമാണ് ഈശോ അവിടെ ചെയ്യുന്നത്. എനിക്ക് മനസ്സുണ്ട്. നമുക്ക് മനസ്സുണ്ടാകാം. നമ്മളിലെ പല ആൾക്കാരും പറയാറുണ്ട് അത് അദ്ദേഹത്തിന് സ്നേഹമൊക്കെ ഉണ്ട്, എന്നാൽ അത് പ്രകടമാക്കുന്നില്ല. ഇപ്പം ചിലർ പറയും എൻ്റെ അപ്പൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല, ഒരിക്കലും കെട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പന് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ആ സ്നേഹം പ്രകടമാക്കുന്നില്ല. എന്നമാതിരി കർത്താവ് സ്നേഹമുണ്ട്, എന്നാൽ ആ സ്നേഹം കൃത്യമായിട്ട് പറയാണ് എനിക്ക് മനസ്സുണ്ട്. അതാണ് എനിക്ക് മനസ്സുണ്ട്. എന്നിട്ട് മനസ്സുണ്ടെന്ന് പറഞ്ഞ അവിടെ നിൽക്കല്ല, കൈ നീട്ടി. ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ തുടരുതാത്തത് തൊടുന്നു. കുഷ്ഠരോഗിയെ സ്പർശിക്കാൻ പാടില്ല നിയമം അനുസരിച്ച്, എന്നാൽ ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് കരുണ കാണിക്കുന്നു. നിയമത്തെ ലംഘിച്ചുകൊണ്ട് പലപ്പോഴും അങ്ങനെയാണ്. ആ തളർവാദ രോഗിയെ കൊണ്ടുവന്നവർ 4 പേര് വല്ലവരുടെയും വീടിൻ്റെ കൂര പൊളിച്ചുകൊണ്ട് ഇറക്കണം. വല്ലവരുടെയും വീടിൻ്റെ കൂര പൊളിച്ചു. കാരണം ദൈവത്തിൻ്റെ കരുണയെ തടസ്സപ്പെടുത്താൻ ഈ വക സ്ട്രക്ചറുകളോ ഈ വക നിയമത്തിലൊന്നും സാധ്യമല്ല. അതാണ് കരുണയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ആ കരുണ അത്രയ്ക്ക് ശക്തമായിരുന്നു. നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. 42-ാമത്തെ വചനം പറയുന്നത് എന്താ? തൽക്ഷണം കുഷ്ഠം മാറി, അവൻ ശുദ്ധി വന്നു. ഇത് നിങ്ങളൊന്ന് ഭാവനയിൽ കാണും. ആ കുഷ്ഠരോഗിയുടെ വികൃതമായ അവസ്ഥ മുഴുവനും തൽക്ഷണം മാറുന്നു. ഇവിടെയാണ് ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും നമ്മൾ കാണേണ്ടത്. ഈ തൽക്ഷണം മാറുന്ന അവസ്ഥ, ഈ കുഷ്ഠരോഗിയുടെ വ്രണം നിറഞ്ഞ മുറിവുകളുള്ള അവസ്ഥ, പീഡാനുഭവത്തിൽ വേദനിക്കുന്ന യേശുവിൻ്റെ അവസ്ഥയായിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ? എന്നാൽ ആ യേശു പീഡാനുഭവത്തിന് ശേഷം ഇതാ പുനരുജ്ജീവിച്ച് മഹത്വീകരിക്കപ്പെട്ട ശരീരമായി മാറി. അതാണ് ഉയർപ്പ്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി. തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മുൻകൂട്ടിയുള്ള സൂചനയാണ് ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത്. കണ്ടോ, ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥയിൽ ഈശോ തന്നെ പറഞ്ഞു, ഞാനായിരുന്നു ആ രോഗി. ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു. ഈ കുഷ്ഠരോഗി ഈശോ തന്നെയാണ്. കുരിശിൽ വേദന കൊണ്ടും മുറിവ് കൊണ്ടും വേദനിക്കുന്ന, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിലുള്ള യേശുവാണ് ഈ കുഷ്ഠരോഗി. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈശോ കുരിശിൽ വേദനിക്കുന്ന സമയത്ത്. അതാണ് ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥ. എന്നാൽ ഈശോ ആ സമയത്ത് പ്രത്യാശിക്കുന്നു. ഈശോ കുരിശിൽ കിടന്നപ്പോഴും പ്രത്യാശിക്കുകയാണ്, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല, എൻ്റെ ദൈവം എന്നെ പാതാളത്തിൽ ഉപേക്ഷിക്കില്ല എന്ന് പ്രത്യാശിക്കുന്നു. തൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കില്ല. അതാണ് അടുത്ത ഒറ്റ നിമിഷം കൊണ്ട്
ദൈവത്തിൻ്റെ ശക്തിയുടെ അത്ഭുത പ്രവർത്തനമാണ്. തൽക്ഷണം 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 തൽക്ഷണം. ആ വാക്ക് ശ്രദ്ധിക്കണം. തൽക്ഷണം 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 കുഷ്ഠം മാറി. തൽക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മിന്നൽ പോലെ ആ വ്യക്തിയുടെ ആ കുഷ്ഠം മുഴുവനും മാറി. അദ്ദേഹം എന്തായി മാറി? യേശുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം പോലെ രൂപാന്തരപ്പെട്ടു. യേശുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം പോലെ രൂപാന്തരീകരിക്കപ്പെട്ടു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു പുതിയ സൃഷ്ടിയായി. യേശു കുഷ്ഠരോഗി ഒരു പുതിയ സൃഷ്ടിയായി. സ്നേഹമുള്ളവരെ, ഈ ഓരോ അത്ഭുതങ്ങളെയും നമ്മൾ ഇതുപോലെ മനസ്സിലാക്കണം. ഇതുപോലെ മനസ്സിലാക്കിയിട്ടാണ് ആ അത്ഭുതങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഓരോ അത്ഭുതത്തെയും നമ്മൾ കാണണം. ഓരോ അത്ഭുതത്തിലും ദൈവത്തിന് വെറും ആകസ്മികമായിട്ട് ഒരാളെ സുഖപ്പെടുത്തി അങ്ങ് പറഞ്ഞയക്കുകയല്ല അവിടെ ചെയ്തത്. അത് രക്ഷാകര പദ്ധതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് കാണണം. ഈശോയുടെ പീഡാനുഭവവും മരണവുമായിട്ട് ബന്ധപ്പെടുത്തി കാണണം. വരുവിൻ, നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കണം. നമ്മൾ ബാക്കി നാളെ നമുക്ക് പഠിക്കാം. ഇതിങ്ങനെ ഗഹനമായി പഠിച്ചു തന്നെ പോകാം. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിൽ എന്തോ വലിയ ഒരു തുറവി തരും. നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. ഈ കേട്ട കാര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം.